കണ്ണൂർ ബേപ്പൂർ തീരത്തിന് സമീപം തീപിടിച്ച ചരക്ക് കപ്പൽ കത്തിയമരുന്നു. അപകടത്തിൽപ്പെട്ട കപ്പലിനടുത്തേക്ക് കോസ്റ്റ് ഗാർഡിന് അടുക്കാനാകുന്നില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം പരാജയപ്പെടുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. കപ്പലിലെ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നുവെന്നും റിപ്പോർട്ട്. കേരള തീരത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. അതേസമയം അപകടത്തിൽപ്പെട്ടവരെ INS സൂറത്തിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ശ്രീജിത്ത്, ഏറെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഈ കപ്പലിൽ ഉള്ളത് ഇത്തരത്തിൽ വേഗം തീ പിടിക്കുന്ന വസ്തുക്കളാണ് എന്നുള്ളത്. അതിൽ ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ INS സൂറത്തിലേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ കാണാതായവരുണ്ടോ അതോ നേരത്തെ രക്ഷപ്പെട്ട ആളുകളാണോ? ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്വാതി, വളരെ അസാധാരണമായ ഒരു സാഹചര്യമാണ് കേരളത്തിൻ്റെ തീരത്ത് ആഴക്കടലിലുള്ളത്. അതായത് ഈ കപ്പൽ ഇപ്പോൾ കത്തി അമരുകയാണ്. അതായത് നമുക്കറിയാം കപ്പലിലുള്ളത് വേഗത്തിൽ കത്തിപ്പടരുന്ന ദ്രാവകവും അതോടൊപ്പം തന്നെ ഖരപദാർത്ഥങ്ങളുമാണുള്ളത്. അത് ഒരുപക്ഷെ ഏത് രൂപത്തിലും കത്തിപ്പടരാവുന്ന സാഹചര്യത്തേക്കാൾ ഒരുപക്ഷെ നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ വലിയ ഗുരുതരമായ സാഹചര്യമാണ് കപ്പലിലുള്ളത്. കപ്പലിൻ്റെ ഡോക്കിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഡോക്കിലാണ് പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത്. ആ ഡോക്കിലുണ്ടായ പൊട്ടിത്തെറി മുഴുവൻ കണ്ടെയ്നറുകളിലേക്കും തീ വ്യാപിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ കോസ്റ്റ് ഗാർഡിൻ്റെ 6 കപ്പലുകൾ, ആദ്യം 4 കപ്പലുകളാണ് കോസ്റ്റ് ഗാർഡിൻ്റെ 4 കപ്പലുകളാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തീ അണയ്ക്കാനായി പുറപ്പെട്ടത്. പക്ഷേ ഈ 4 കപ്പലുകൾക്കും തീ അണയ്ക്കാനായിട്ടില്ല. ഒപ്പം തന്നെ ഡ്രോണിയർ വിമാനങ്ങൾ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ, അതായത് ആകാശത്ത് നിന്നുകൊണ്ട് കപ്പലിലേക്ക് തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതും പരാജയപ്പെടുകയാണ്. ഡ്രോണിയർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തീ അണയ്ക്കാനുള്ള ശ്രമം പൂർണ്ണമായും പരാജയപ്പെട്ടു. പകരം അതോടൊപ്പം തന്നെ ഈ 4 കപ്പലുകൾ, 4 സുരക്ഷാ കപ്പലുകൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനുള്ള 4 കപ്പലുകൾക്കൊപ്പം 2 കപ്പലുകൾ കൂടി കോസ്റ്റ് ഗാർഡ് അവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കപ്പലുകൾക്കൊന്നും, ഈ 6 കപ്പലുകൾക്കും ഈ അപകടത്തിൽപ്പെട്ട കപ്പലിന് സമീപത്തേക്ക് എത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കപ്പലിൽ തീ പിടിക്കുന്ന കപ്പൽ തീ അണയ്ക്കാൻ കഴിയാത്തൊരു അസാധാരണമായ സാഹചര്യം. ആ പൊട്ടിത്തെറിക്കുന്ന കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്നു. അതുമാത്രമല്ല, വെള്ളത്തോട് ചേർന്നാൽ പൊട്ടിത്തെറിക്കുന്ന രൂപത്തിലുള്ള ദ്രാവകം കൂടി ഈ കണ്ടെയ്നറുകൾക്കകത്തുണ്ട് എന്നൊരു വിവരം കൂടിയുണ്ട്. അത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും തീ അണയ്ക്കാൻ കഴിയാത്ത അന്തരീക്ഷമാണുള്ളത്. ഏത് തരത്തിൽ തീ അണയ്ക്കാൻ ശ്രമിച്ചാലും തിരിച്ചടിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ആഴക്കടലിലുള്ളത്, തീരത്തുള്ളത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ 4 കപ്പലുകൾക്കും വന്നുകൊണ്ടിരിക്കുന്ന 2 കപ്പലുകൾക്കും ആ പ്രദേശത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ല. ആ കപ്പലിനടുത്തേക്ക് അടുത്തെത്തിയാൽ മാത്രമേ ഈ തീ അണയ്ക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ കപ്പൽ പൂർണ്ണമായും കത്തി അമരേണ്ട സാഹചര്യം ഉണ്ടാകും. കപ്പൽ പൂർണ്ണമായും കത്തി അമരുന്ന അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി ഇപ്പോൾ കടലിൽ നിന്നുള്ള കാറ്റിൻ്റെ ഗതി എന്ന് പറയുന്നത് കേരള തീരത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന കണ്ടെയ്നറുകൾ, തീ പിടിക്കുന്ന കണ്ടെയ്നറുകൾ പൂർണ്ണമായും കടലിലേക്ക് വീണതിന് ശേഷം കടലിൽ നിന്നും കേരള തീരത്തേക്ക് അടുക്കാനാണ് ഇപ്പോൾ സാധ്യത എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം കാറ്റിൻ്റെ ഗതി കേരള തീരത്തേക്കാണ് വരുന്നത്. സ്വാഭാവികമായും മംഗലാപുരം മുതൽ ബേപ്പൂർ വരെയുള്ള തീരത്തേക്കായിരിക്കും ഈ കണ്ടെയ്നറുകൾ വീഴാൻ സാധ്യത, അല്ലെങ്കിൽ അടുക്കാൻ സാധ്യത. ഒപ്പം തന്നെ കണ്ടെയ്നർ അകത്തുള്ള വസ്തുക്കൾ, ഇനിയും കത്തി അമരാനുള്ള സാധ്യതയുള്ള വസ്തുക്കൾ, കത്തി അമർന്നുകൊണ്ടിരിക്കുന്നവയെല്ലാം കടലിൽ ചേർന്ന ശേഷം അതും കേരള തീരത്തേക്ക് വരാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ഗുരുതരമായൊരു സാഹചര്യം, അസാധാരണമായൊരു അന്തരീക്ഷം ഈ മേഖലയിൽ ഉണ്ടാകാനാണ് സാധ്യത. ബേപ്പൂരിനോടും അഴീക്കലിനോടും അടക്കമുള്ള ഈ 2 തുറമുഖങ്ങളിലേക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയേക്കും. ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പരമാവധി തീ അണച്ചുകൊണ്ട് ഈ കണ്ടെയ്നറുകൾ പൂർണ്ണമായും നിർവീര്യമാക്കാനായിരിക്കും ഒരുപക്ഷെ കോസ്റ്റ് ഗാർഡ് ശ്രമിക്കുക. കോസ്റ്റ് ഗാർഡ് അവരുടെ ശേഷിയുടെ പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. നേവി കൂടി രംഗത്തുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ കണ്ടെയ്നറുകൾക്കുള്ളിലുള്ള ദ്രാവകങ്ങളും ഖരപദാർത്ഥങ്ങളും എല്ലാ അർത്ഥത്തിലും പൊട്ടിത്തെറിക്കാനും തീ പിടിക്കാനും സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തീ അണയ്ക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. അന്തരീക്ഷത്തേക്ക് തീ പടരുന്നുണ്ട്. ഒപ്പം തന്നെ തീരത്തേക്കും തീ എടുക്കുന്നുണ്ട്. കണ്ടെയ്നറുകൾ കത്തി അമർന്ന ശേഷം തീരത്തേക്ക് ഒഴുകിയെത്തുന്നുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും വളരെ അസാധാരണമായ അന്തരീക്ഷം. പരമാവധി നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിന് സമീപത്തേക്ക് എത്തുക എന്നുള്ളൊരു വലിയ ദുർഘടമായ കാര്യമാണ്, അല്ലെങ്കിൽ ഒരു അസാധാരണമായ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾക്ക്, അത് സുരക്ഷാ കപ്പലുകളും തെരച്ചിൽ കപ്പലുകളും ഒപ്പം തന്നെ ഈ തീ അണയ്ക്കാനുള്ള കപ്പലുകളും, ഇതെല്ലാം ചേർന്ന കപ്പലുകൾ അവിടേക്ക് എത്താനുള്ള ശ്രമങ്ങൾ പരമാവധി നടത്തുന്നുണ്ട്. പക്ഷേ തീ വലിയ രൂപത്തിൽ കത്തിപ്പടരുന്നതും കണ്ടെയ്നറുകൾക്കകത്ത് തീ കത്തുന്നതും ഈ ഏതാണ്ട് 400ഓളം കണ്ടെയ്നറുകൾക്കുള്ളിൽ ഈ തീ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള വസ്തുക്കളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതുതന്നെയാണ് വളരെ ബുദ്ധിമുട്ടേറിയ അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുന്നത്. അതിനെ പരിഹരിക്കാനായിരിക്കും ആദ്യഘട്ടത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 1 മണിക്കാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. അതിനു മുമ്പേ തന്നെ തീപിടുത്തം ഉണ്ടായതാണ്. ആ ഏതാണ്ട് 5-6 മണിക്കൂറായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെല്ലാം തീ അണയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷേ അടുത്തേക്ക് എത്താനുള്ള സാധ്യത ഇപ്പോൾ വിരളമായിട്ടാണ് കാണുന്നത്.
അടുത്തേക്ക് എത്തുന്നതിന് പകരം തീ അണയ്ക്കാൻ ആകാശത്ത് നിന്നുകൊണ്ട് തീ അണയ്ക്കാൻ നേവിയും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പുക ആളിപ്പടരുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പുക ആളിപ്പടരുന്നതും അതുകൊണ്ട് തന്നെ വളരെ അടുത്തേക്ക് എത്തി വിമാനങ്ങൾക്ക്, ഡ്രോണിയർ വിമാനങ്ങൾക്ക് വളരെ അടുത്തേക്ക് എത്തി ഈ കണ്ടെയ്നറുകൾക്കുള്ളിലെ തീ ആളിപ്പടരുന്നത് ശമിപ്പിക്കാൻ കഴിയാത്ത അന്തരീക്ഷമുണ്ട്. എന്തായാലും വലിയ രൂപത്തിൽ തീ പടരുന്നത് കണ്ടെയ്നറുകൾ മുഴുവൻ നശിക്കാനും കപ്പൽ കത്തി അമരാനും ഉള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ അതിനുള്ളിലുള്ള ആളുകൾ ഏതാണ്ട് 18 പേരെയും രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ 4 പേർ എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനവും സമാനമായ അവസ്ഥയിൽ നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ കടലിൽ ചാടി നീന്തിയതാകാം. ഏത് അർത്ഥത്തിലായാലും ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾക്ക് വലിയ ദുർഘടമായ സാഹചര്യത്തെ മറികടക്കേണ്ടതുണ്ട്. അസാധാരണമായ സാഹചര്യം. കണ്ണൂർ ബേപ്പൂർ തീരത്തിന് സമീപം തീ പിടിച്ച ചരക്ക് കപ്പൽ കത്തി അമരുന്നു എന്നുള്ള വിവരമാണ്. അപകടത്തിൽപ്പെട്ട കപ്പലിനടുത്തേക്ക് കോസ്റ്റ് ഗാർഡിന് അടുക്കാനാകുന്നില്ല എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്.